പ്രചരണം തുറന്നില്ലേ? എന്തായിരുന്നു ഇറാഖിൻ്റെ പ്രത്യേകത? ഏറ്റവും നല്ലൊരു സെക്കുലർ രാഷ്ട്രമായിരുന്നു ഇറാഖ്. അതല്ലേ തകർത്തത്? തകർത്തിട്ട് എന്താ നേടിയത്? ISIS അല്ലോ, വലിയ തോതിലുള്ള ഭീകരത. ആ ഭീകരതയല്ലേ വളർത്തിയത്, വലിയ തോതിൽ വളർത്തുകയല്ലേ ചെയ്തത്. ഒരു രാജ്യത്തിൻ്റെ നിലവിലുള്ള ഭരണത്തെ തകർക്കാൻ ആ ഭരണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട്, ഏറ്റവും നല്ല ഭരണമായിരുന്നില്ലേ അവിടെ അസാദിൻ്റെ നേതൃത്വത്തിൽ നടന്നത്? ഒരു രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരണം നടത്തുക എന്നുള്ളത് ആ രാജ്യത്തിന് കഴിയേണ്ടതല്ലേ? അതിനകത്ത് ഇടപെടേണ്ട ആവശ്യം എന്താണ്? പക്ഷെ അതാണോ ചെയ്തത്? ആരെയാ ഉപയോഗിച്ചത്? തീവ്രവാദികളെ, ലോകത്താകെയുള്ള തീവ്രവാദികളെ അങ്ങോട്ട് അയക്കാനാണ് നോക്കിയത്. അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം, ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ ഏജൻസി പറയുന്നു ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ല എന്ന്. എന്തിനാണ് ഇറാനെ ആക്രമിച്ചത്? ഇറാനോടുള്ള കലിപ്പ് ഇപ്പം തുടങ്ങിയതല്ല. ഇറാൻ നേരത്തെ അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ് ഉണ്ടായ സ്ഥലമാണ്. 1952 അമേരിക്കയുടെ ഇടപെടലുണ്ടായി. അങ്ങനെയാണ് അവിടെ ഷായുടെ ഗവൺമെൻറ് വരുന്നത്. ഷാ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാവയായിരുന്നു. ഷായെ അവിടെ അധികാരത്തിലെത്തി അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തായിരുന്നു. കുറച്ചു കാലം ഇറാൻകാർ സഹിച്ചു. വലിയ അമർഷം ജനങ്ങളിൽ രൂപം കൊണ്ടു. അത് വലിയ പ്രക്ഷോഭമായി മാറി. അങ്ങനെയാണ് 1979 ഉയർന്നു. അന്നേ തുടങ്ങിയതാണ് ഈ പറയുന്ന പ്രത്യേക വിരോധം. തങ്ങളുടെ അധീശത്വം അംഗീകരിച്ചു പോകണം. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള താല്പര്യം? എണ്ണയാണ്. ലോകത്തിലെ മൂന്നാമത്തെ എണ്ണ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. ഒന്നാമത്തത് വെനിസ്വേല, രണ്ടാമത്തത് സൗദി അറേബ്യ, മൂന്നാമത്തത് ഇറാൻ. വെനിസ്വേലയിൽ കണ്ടില്ലേ? വെനിസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയെയും അവരുടെ കിടപ്പറ ചവിട്ടി തുറന്നല്ലേ പിടിച്ചുകൊണ്ടുപോയത്? ഏത് തരത്തിലുള്ള തമ്മാടിത്തമാണെന്ന് നോക്കണം. ഏതെങ്കിലും രാഷ്ട്രമര്യാദക്ക് ചേർന്നതാണോ? മര്യാദയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? എന്തും ചെയ്യാൻ തയ്യാറാണ് എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെയും ഭാര്യയെയും കിടപ്പുമുറിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ്. അത് ചവിട്ടി പൊളിച്ചുകൊണ്ടു. എന്താ? എണ്ണ തന്നെ. സൗദി നേരത്തെ അമേരിക്കയോടൊപ്പം ഉണ്ട്. അപ്പോൾ വെനിസ്വേലയും സൗദിയും ഇറാനും മൂന്നും കൂടി ചേർന്നാൽ ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ പകുതിയിലധികം വരും. ആ ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ പകുതിയിലധികം തങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം. ഇതാണ് അമേരിക്കയുടെ ഉന്നം. അതിനെന്താ ചെയ്തത്?
ഇറാൻ്റെ പരമോന്നത പരമാധികാരിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വധിക്കുകയാണ്. ഇതൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ കേൾക്കുന്നൊരു കാര്യമാണോ? സാധാരണ യുദ്ധത്തിൽ തന്നെ കാണുന്ന കാര്യമല്ല ഇത്തരം കാര്യങ്ങൾ. ഏകപക്ഷീയമായി രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു. ആ രാജ്യത്തിൻ്റെ പരമാധികാരിയെയും കുടുംബത്തെയും വധിക്കുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തുറന്നുതുറയെ പ്രസ്താവന ഇറക്കുന്നു. ഇവിടെ മറ്റൊരു നിസ്സഹായത നാം കാണേണ്ടതുണ്ട്. ഇത്തരം ഘട്ടത്തിൽ ശക്തമായി ഇടപെടേണ്ട ഏജൻസിയാണ് ഐക്യരാഷ്ട്രസഭ. തീർത്തും നിസ്സഹായ അവസ്ഥയിലാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെടാനേ കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. തങ്ങൾ ശേഷിയുള്ളവരാണ്. ഒരുതരം വന്യമൃഗനീതിയാണ് നടപ്പാക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വന്യമൃഗങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു നിലയുണ്ട് എന്നാണ് പറയുന്നത്. കാടിൻ്റെ ഒരു ഭാഗം ഒരാളുടെ കൈവശമായിരിക്കും. അവിടെ പുതിയൊരു ആൾ വന്നാൽ അവർ പോരാടി തീരുമാനിക്കും. ജയിച്ചയാൾ അതിൻ്റെ അധീനനായി. ആ ഏറിയ മുഴുവൻ അയാളുടെ അധീനതയിലായി, ആ മൃഗത്തിൻ്റെ അധീനതയിലായി. ഈ പരാജയപ്പെടുന്ന ചില കടുവയാണ് പോലും ചില ഘട്ടത്തിൽ നാട്ടിലിറങ്ങുന്നത്. നാട്ടിൽ പിടിച്ചാൽ മയക്കുമരുന്ന് വെടിവെച്ചൊക്കെ പിടിക്കുന്നില്ലേ? പിടിച്ചു കഴിയുമ്പോൾ ഇതിന് ഭയങ്കര പരിക്കാണ്. ചിലത് മരിച്ചും പോകുന്നുണ്ട്. അത് ഈ യുദ്ധത്തിൽ പരിക്ക് പറ്റിയതാണെന്നാണ് പറയുന്നത്. ആ നീതിയല്ലേ ഇവിടെ നടപ്പാക്കുന്നത്? അമേരിക്ക ഒരു വന്യമൃഗ നീതി നടപ്പാക്കുന്ന രാഷ്ട്രമായി മാറിയിരിക്കുകയല്ലേ? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെടാൻ കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ ആയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയായിട്ട് വന്നയാളെയും വധിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇസ്രായേലിൻ്റെ മഹാശേഷി കൊണ്ട് അല്ല, അമേരിക്കയുടെ പിന്തുണയാണ്. അമേരിക്കയും ഇസ്രായേലും കൂടിയാണ് ലോക സമാധാനമാകെ അപകടപ്പെടുത്തുന്നത്.